പച്ചമുളകില്ല നല്ല ബാക്കി കുഞ്ഞു കുഞ്ഞു നോക്കട്ടെ. വെൽക്കം ബാക്ക് ടു സുബാവ വ്ളോഗ്സ്. നമ്മളിന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആലപ്പുഴയ്ക്ക്. ഇനി നമ്മളിപ്പം സ്കൂളൊക്കെ തുറക്കാനായില്ല, ഇനി അങ്ങോട്ടേക്ക് വലിയ പോക്കുണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മളെന്നും പോവില്ല. നമ്മൾ 2 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോവാറ്. അപ്പോൾ ഇനി സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പം നെക്സ്റ്റ് വീക്ക് നമുക്ക് സ്കൂൾ തുറക്കും. സോ നമുക്ക് ഈ വീക്ക് വീട്ടിൽ പോവാം. വീട്ടിൽ പോയി വസുവിന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെയാണ് വസുവിനെ കാണിക്കുന്നത്. മീൻസ് ഹോമിയോ കാണിക്കുന്നുണ്ട്. അഡിനോയിഡിൻ്റെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ. സോ ഇപ്പം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ടൊന്ന് കൊണ്ടുവരണമെന്ന്. അപ്പോൾ നമുക്ക് അതും ഇതും കൂടെ ഒരുമിച്ച് നമുക്ക് പോകാം. ഇപ്പോൾ സമയം 5:30 എന്ന് തോന്നുന്നു. ചേട്ടൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ പോകാം. എപ്പോഴും നമ്മൾ രാത്രിയാണ് പോകുന്നത്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ രാത്രി പോക്കൊരു സേഫായിട്ട് എനിക്ക് തോന്നണില്ല. സോ നമുക്ക് ഇന്ന് നേരത്തെ പോവാം. അപ്പോൾ ബസ് ഇവിടെ റെഡി ചെയ്യുന്നിപ്പോൾ ബസ്സിന്. ഹേ ഗൈസ്, താങ്കൾ എങ്ങോട്ട് പോണു? ഇത് എന്തോന്ന് വയ്ക്കുന്ന ബാഗിൽ? വയറ്? എന്തിൻ്റെ വയറ്? എന്തിൻ്റെ വയറാണ് വെച്ചത്? നമ്മുടെ ചെടിക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രാവിലെ ചെറിയ മഴയൊക്കെ പെയ്തായിരുന്നു. എന്നാലും ഒത്തിരി ഒന്ന് ഒഴിച്ചേക്കാം. നാളെ ഏറ്റവും മഴയൊന്നും പെയ്തില്ല എന്നുണ്ടെങ്കിൽ പാവങ്ങൾ വെള്ളമില്ലാതെ വിഷമിക്കും. സോ എൻ്റെ പച്ചമുളകില്ല നല്ല മുളകൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വെണ്ടയിൽ വെണ്ടയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. യെസ്, എൻ്റെ സ്വന്തം ഉടങ്കലിൽ നിറയെ ഇത് ഉറുമ്പുണ്ട്. ഈശ്വര എന്താവോ എന്തോ. ഇതൊന്ന് മുരടിച്ചതായിരുന്നു, എന്നിട്ട് വളർന്നു വന്നതാണ്. ചളായിക്കൊളാക്കും എന്തോ. ഇത് വഴുതനങ്ങയുടെ ഇടയ്ക്ക് ഒരു കുഞ്ഞി തക്കാളി കൂടെ ഒടിച്ചിരിപ്പുണ്ട്. എന്താവുമെന്നറിയില്ല. സോ ലെറ്റ്സ് സീ. ഇത് ഒത്തിരി രക്ഷപ്പെട്ട് വരുന്നുണ്ട്. ബാക്കി കുഞ്ഞു കുഞ്ഞു ചെടികൾ. ഇതൊക്കെയാണ് എൻ്റെ ചെടി കളക്ഷൻസ്. ഇവിടെ നിൽക്കണം കുറച്ച് ഐറ്റംസ്. പിന്നെ കുറച്ച് പൊടിപ്പിച്ച് തന്നയച്ച ബൊഗീൻവില്ല. ഇത് ഒരെണ്ണമാണ് പൂവിട്ട് നിൽക്കുന്നത്. ബാക്കിയൊന്നും നിൽക്കുന്നത് പൂവിട്ടിട്ടില്ല. അതിനകത്ത് 2 ചട്ടിയിലതായി ബൊഗീൻവില്ലയാണ്. അപ്പോൾ ഓക്കെ. ഭയങ്കര കാക്കശല്യമാണ് അവിടെ, ഭയങ്കര കാക്കശല്യം. ഇനി ഇറങ്ങാം. അച്ഛ ഇവിടെ എന്തോ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് അച്ഛാ പണിയണത്? അച്ഛന് പിന്നെ ഇതിനോടൊക്കെയാണ് കുറേ കൂടി ഫാസിനേഷൻ. നമുക്ക് പോവാം ഗൈസ്. 2 ദിവസത്തേക്ക് കുറച്ച് 2-3 ജോഡി. ഞാനൊരു 3 ജോഡി ഏട്ട എത്ര ജോഡി വെച്ചിട്ടുണ്ട്? വസു നീ എങ്കിലും ഓഫ് ചെയ്യും മോനെ. അത് ഇവിടെ വീട് മൊത്തമാണ് വസുവിൻ്റെ ബാഗിനുള്ളിൽ ഇരിക്കണത്. ഇനി അവന് സൈക്കിളും കൂടെ എടുത്ത് വയ്ക്കണമെന്ന്. ഷെയ്ക്കില് നമ്മൾ എവിടെ പോയാലും നമ്മുടെ സ്വന്തം സഹചാരിയാണ് അല്ലേ ഏട്ടാ ഈ വാട്ടർ ബോട്ടിൽ. നമ്മൾ എവിടെ പോയാലും കൊണ്ടുപോയി വെള്ളം. എവിടെ പോണ്? എന്തിനാടാ ഈ ബാഗ് വലിച്ചോണ്ട് പോണത്? ഇറങ്ങ്, ചെരുപ്പിണി ഇട്ടിട്ട് ഇറങ്ങ്. ഏട്ടാ ചെരുപ്പിട്ടോണ്ടതില്ലേ? അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് നിന്നപ്പോഴേക്കും ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ആമസോണിൽ നിന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട്. പിന്നെ അത് വാങ്ങിച്ചു വയ്ക്കാൻ നേരത്തെ ബസ് ഒരു ജന്മകാലം എനിക്ക് തിരിച്ചു തരില്ല. പിന്നെ ഞാൻ ബസ് കൊണ്ട് അടി വെച്ചിട്ടാണ് അത് വാങ്ങിച്ച് വീടിനകത്ത് വെച്ചിട്ട് ഇറങ്ങിയത്. അത് എന്ത് ബാഗായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ചുവരൊക്കെ നമ്മൾ റബ്ബ് ചെയ്യൂലേ അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്പോഞ്ച് എത്രത്തോളം നന്നാവണമെന്നും അറിയണ്ടായിരുന്നില്ല. ഞാൻ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും വലിയമ്മ അത് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ക്ലീനായിട്ട് ക്ലിയർ ആവുന്നുണ്ടെന്ന് പറഞ്ഞു ചുവരൊക്കെ. അങ്ങനെ എന്തോ ഇനി വീട്ടിൽ വന്നിട്ട് നോക്കണം എൻ്റെ ചുവരുന്ന അഴുക്കൊക്കെ ഇളകുന്നുണ്ടോയെന്ന്. നമ്മുടെ വീട് വാങ്ങിച്ചിട്ട് ഒരു 1 ഇയർ ആയിട്ടുള്ളൂ. എന്തെങ്കിലും വസുവിനെ കൊണ്ടാവുന്നതിലും പരമാവധി നല്ല ചുവര് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്കത് വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്.
നമ്മളൊരു 5 മണി 5:30 ആ ഒരു സമയത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് തകരപ്പറമ്പ് വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി സാധനങ്ങൾ മേടിച്ചു. പിന്നെ വിശന്നപ്പോഴേക്കും ഞാൻ പറഞ്ഞിട്ട് അന്നപൂർണ്ണയിൽ വന്ന് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എപ്പോഴും നോൺ വെജൊക്കെ അല്ലേ കഴിക്കാം. എപ്പോഴും നമ്മൾ ഈ ആലപ്പുഴ പോക്കിൻ്റെ ഇടയിൽ കഴിക്കുന്ന സാധനമാണ് മന്തി. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം മന്തിയൊന്നും വേണ്ട, നമുക്ക് അന്നപൂർണ്ണയിൽ വന്നിട്ട് എന്തെങ്കിലും വെജ് ഐറ്റം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അന്നപൂർണ്ണ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രം ഉള്ള എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സ്വന്തം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള കടയാണ് കേട്ടോ. നല്ല സൂപ്പർ ഭട്ടൂരയാണ് അവിടെ കിട്ടും. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണത്, ഭട്ടൂര ചിന്ന മസാല. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. വസുവിനും കൊടുത്തു. വസുവിന് ശരിക്കും ഒരു സ്നാക്ക് ടൈമാണ് ഈ സമയം. അപ്പോൾ ഞാനൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്, അതാണ് നമ്മൾ മെയിനായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് കൂടെ കയറിയത്. അപ്പോൾ വസു ഇവിടെ എൻജോയ് ചെയ്ത് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോഫി അങ്ങനെ കൊടുക്കില്ല, ബൂസ്റ്റ് ഓരോ ഹോർലിക്സ് ആണ് എപ്പോഴും. പക്ഷെ ഇന്ന് കോഫി വേണമെന്ന് പറഞ്ഞ് കോഫി കുടിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ ഒരു ക്യൂട്ട് ഗണപതി ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ആ ഗണപതി ഇരിക്കുന്നതാണ്. അങ്ങനെ വസുവിന് അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് 2 ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു വസുവിന്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോഴുണ്ട് അമ്പമ്പോ ബ്ലോക്ക്. വീക്കെൻഡല്ലേ, നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. പെട്ടു എന്നാണ് വിചാരിച്ചത്. സാധാരണ ഈ റോഡ് പണി ചെയ്യുന്നുണ്ട്, ക്ലോസ്ഡ് ആണ്. എന്തോ ഭാഗ്യത്തിന് അത് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചുറ്റേണ്ടി വന്നില്ല. എന്തോന്ന് ഫ്ലാങ്കി മൂടല്ല മക്കളെ, മാൾ ഓഫ് ട്രാവൻകൂർ. ട്രാങ്കി മൂടാണ് കേട്ടോ അവനെ. മക്കളെ ഒക്കെ അല്ല, കണ്ടോ, കാണാമോ നിങ്ങൾക്ക് ഗൈസ്? നല്ല തിരക്കുണ്ട് കേട്ടോ. വീക്കെൻഡ് ആയത് കൊണ്ടായിരിക്കും, മക്കളെ മിണ്ടല്ലേ, വീക്കെൻഡ് ആയത് കൊണ്ടായിരിക്കണം വണ്ടി എല്ലാം അങ്ങനെ കിടക്കുകയാണ്. എന്തോ നല്ല ഭാഗ്യത്തിന് ഈ വഴിയിൽ മാത്രം ബ്ലോക്കില്ല, അങ്ങോട്ടേക്ക് നല്ല തിരക്കുണ്ട്, വണ്ടി അനങ്ങണില്ല. ആരെങ്കിലും ഇടയെ കൊണ്ട് വെച്ചതായിരിക്കും അല്ലേ. വസുദേവ് നിന്റെ മാൾ ഓഫ് ട്രാവൻകൂർ, വസുവിന്റെ മാൾ ഓഫ് ഫ്ലാങ്കി മൂഡ്. ഓ, വസുവിന് മേലെ അറിയുള്ളൂ, താഴെക്കൂടെയല്ല കേട്ടോ നമ്മള് കയറണ. അപ്പോഴും നമ്മൾ പോകും വഴി കണ്ടതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു ഓട്ടോ. ആ ഓട്ടോയുടെ ടയറിലേക്ക് നോക്കിയേ, എന്ത് സേഫ്റ്റിയാണുള്ളതല്ലേ. ഇങ്ങനെയൊക്കെയാണ് ഓരോ ആക്സിഡൻറ്റും അതും ഇതൊക്കെ ഉണ്ടാവുന്നത്. കണ്ടപ്പോൾ എടുത്തു, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് ആരെയും തേച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്നുമല്ല കേട്ടോ. എന്തായിക്കോട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്രയുടെ തുടർന്നിട്ടുണ്ട്. സാധാരണ നമ്മൾ ഈ വഴിയൊന്നും വരാറില്ല, നമ്മൾ MC റോഡ് വഴിയാണ് പോകാറ്. മറ്റേ അടൂർ തിരുവല്ല ആ ഒരു ഭാഗം വഴി. ഇതിപ്പം തകരപ്പറമ്പ് വരേണ്ട ആവശ്യം വന്ന് നമ്മൾ സിറ്റിയിൽ വന്നു. പിന്നെ അങ്ങനെ നമ്മൾ വിചാരിച്ച് കൊല്ലം കയറി അങ്ങ് പോകാമെന്ന്. അങ്ങനെ നമ്മൾ ഇതിലെ വന്നതാണ് കേട്ടോ. അപ്പോഴായിട്ടാണ് എടുത്ത് പറഞ്ഞു കൊല്ലം ബീച്ചിൻ്റെ ബോർഡ് കണ്ട്, അപ്പം നമുക്ക് ബീച്ചിൽ പോകാം. പിന്നെ ഇറങ്ങിയൊന്നുമില്ല, സമയം ഇത്ര ആയിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നേരത്തെ വീട്ടിലെത്തണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന. മഴയൊക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതേ കൊല്ലം ബീച്ച് നമ്മൾ വണ്ടിയിലിരുന്ന് കണ്ട് പോവുകയാണ്. ഇനി കണ്ടില്ല കേട്ടില്ലെന്ന് പരാതി പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും നമ്മൾ കൊല്ലം ബീച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക. തട്ട ഇങ്ങനെ തിട്ട പോലെ എന്തോ ഇട്ടിരിക്കുന്നു, എന്നെന്തോ പേര് എനിക്കറിയില്ല. കട്ടറുണ്ടേ പതുക്കെ. കൊല്ലം ഹാർബർ ആണെന്ന് തോന്നുന്നു, ഹാർബർ തന്നെ അല്ലേ. മീൻ പിടിക്കുന്നുണ്ട്, ബോട്ടൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിക്കുന്നുണ്ട്. മീനൊക്കെ കിട്ടിയാണെങ്കിൽ വാങ്ങിച്ചിട്ട് പോകുമായിരുന്നു. അങ്ങനെയൊന്നും കിട്ടൂലല്ലോ, കുഞ്ഞമ്മയല്ലേ. അല്ല, ഇങ്ങനെ ഓരത്ത് അവിടെയൊക്കെ കൊണ്ട് വെച്ച് വിൽക്കുമല്ലോ നമ്മുടെ വിഴിഞ്ഞത്ത്. എന്നാലും കൊല്ലത്താണ് നല്ല ഫ്രഷ് മീൻ കിട്ടാന്ന് കേട്ടിട്ടുണ്ട്. അവിടെയും കിട്ടും അല്ല ഞാൻ പറഞ്ഞത്. ദിസ് ഈസ് കൊല്ലം ഹാർബർ. എനിക്കറിയില്ല. ഇത് കട മീനിരിക്കണ്ട, മീനുണ്ട് കേട്ടോ. സോറി ഗൈസ്, നമ്മുടെ ഈ കുട്ടി മീനൊന്നും കയറ്റാറില്ല കാറിൽ. എന്ത് ചെയ്യാനാണ്. അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ ഉണ്ട് ഒരു ചായ കുടിക്കാൻ ഒരു കൊതി. എനിക്കിഷ്ടമാണ് ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഇങ്ങനെ ചായ കുടിച്ച്. ചായ ഭയങ്കര അഡിക്ഷനാണ്. എന്താണോ എന്തോ, അത്ര നല്ല സ്വഭാവമൊന്നും അല്ലാതെ. അപ്പം നമ്മുടെ തിരുവമ്പാടിയിൽ വന്നിട്ടാണ് ചായ കുടിക്കാൻ പോയത്. ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റുള്ള വീട്ടിലേക്ക് പോകാൻ. എന്നാലും കടയിലെ ചായയും വീട്ടിലെ ചായയും രണ്ട് വൈബാണല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് കടയിലെ ചായ കുടിച്ചാലേ ആ ഒരു വൈബ് കിട്ടുള്ളൂ.
അങ്ങനെ നമ്മൾ തിരുവമ്പാടിലുള്ള ഒരു ടേസ്റ്റ് ഫോർ ടീ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ വന്നു കേട്ടോ. കൊള്ളാട്ടെ, നല്ലൊരു ആംബിയൻസ് ഉള്ള കട, 24 hours അത് ഓപ്പണാണ് കേട്ടോ ഷോപ്പ്. അങ്ങനെ നമ്മൾ അവിടെ വന്ന് ചായ കുടിക്കാമെന്നു. ചായ, ബൂസ്റ്റ്, ഹോർലിക്സ് ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് കേട്ടോ, ഒരു കപ്പിലാണ്, ഗ്ലാസ്സിലാണ് അവിടെ തരുന്നത്. കൊള്ളാം. ഇപ്പോൾ വാസു ഇവിടെ എൻജോയ് ചെയ്ത് വാസുവിൻ്റെ ഹോർലിക്സ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ചൂടിൻ്റെ എക്സ്പ്രഷനാണ് ഇതായിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല, എവിടെയും കയറാനൊന്നുമില്ല. ഓൾമോസ്റ്റ് വീടിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ചായ കുടിക്കുന്നത് ഒരു മനസ്സുഖം, അത്ര തന്നെ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന പാടെ വസുവിന് കിട്ടിയ സാധന ജംഗമ വസ്തുക്കളൊക്കെ അത് ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ അത് എവിടെ ഇരുന്ന് വല്യച്ഛനെയും അച്ഛനെയും കൂടി ഇരുത്തി ഫോട്ടോ എടുക്കുന്നു. പിന്നെ അത് മതിയാവാഞ്ഞിട്ട് അവൻ എന്നെയും കൂടി പിടിച്ചിരുത്തിയിട്ടാട്ടോ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇനി കിടന്നുറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപാടി. അപ്പോൾ ഇനി ബാക്കി ആലപ്പുഴ വിശേഷം അടുത്ത വീഡിയോയിൽ ഇട്ടാം കേട്ടോ. അപ്പോൾ see you also on my next video. Thank you for watching Subhava Vlogs.